ഹലോ രത്നമ്മ ഞാനാ. ഹലോ രത്നമ്മേ. വിജയേട്ടൻ ഞാൻ സ്കൂളിലാ. ജാനിമോളുടെ റിസൾട്ട് അറിഞ്ഞോ നീ? എടി ജാനിക്കുട്ടിയുടെ റിസൾട്ട് അറിഞ്ഞില്ലെന്നാ ഞാൻ ചോദിച്ചത്. വിജയേട്ടാ കേൾക്കാൻ വയ്യ. രത്നമ്മേ ജാനിമോള് ജയിച്ചോ? എത്ര A+ ഉണ്ട്? നീ സ്കൂളിലല്ലേ? ഇതൊന്നും അന്വേഷിച്ചില്ല അപ്പോ? വിജയേട്ടൻ എന്താ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എടി നമ്മുടെ ജാനിമോളുടെ റിസൾട്ട് കിട്ടിയില്ലേ? ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ റേഞ്ച് കുറവാന്ന് തോന്നുന്നേ. ജാനി 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 ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. രത്നമ്മ ടീച്ചർ ഇത്ര പെട്ടെന്ന് പോവാണോ? ഒരു തലവേദന പോലെ. ഇത്ര പെട്ടെന്ന് തലവേദന വരാൻ എന്താ ടീച്ചറെ കാര്യം? ഇത്തിരി മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്തോ പെട്ടെന്ന് തുടങ്ങിയത്. പ്രഷർ ഉള്ളതാണോ രത്നമ്മ ടീച്ചറെ? അതിന്റെ ലക്ഷണമാ പെട്ടെന്നുണ്ടാവുന്ന തലവേദനയും തലകറക്കവും ഒക്കെ. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടായിക്കോളും. എന്റെ രത്നമ്മ ടീച്ചറെ, പെൺമക്കൾ വളർന്നു വരാൻ തുടങ്ങുമ്പോഴേ എല്ലാ പേരൻസിന്റെയും പ്രഷർ കൂടും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജാനകി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ മുതല് രത്നമ്മ ടീച്ചർക്കും ഇതൊക്കെ ബാധകമല്ലേ? ജാനകി രത്നമ്മ ടീച്ചറിന്റെ മകളൊന്നും അല്ലല്ലോ, പിന്നെന്തിനാ ഇത്ര ആദി? എന്നാലും ഗാർഡിയൻ രത്നമ്മ ടീച്ചർ തന്നെയല്ലേ? ഒന്നും കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ഫ്ലെക്സ് കണ്ടപ്പോ തൊട്ട് തുടങ്ങിയ തലവേദനയാ രത്നമ്മ ടീച്ചറിന്. അതുടനെ ഒന്നും മാറാൻ പോകുന്നില്ല. ഉച്ചയ്ക്ക് മുമ്പേ ഇവിടെ ഫ്ലെക്സ് വന്നതിന്റെ പിന്നിൽ ചില ടീച്ചേഴ്സിനും പങ്കില്ലെന്നാ എന്റെ സംശയം. രാവിലെ വന്ന ഉടനെ PTA പ്രസിഡന്റിനെ ഫോൺ വിളിക്കുന്നത് ഞാൻ കേട്ടു. പാവം ജാനകിയെ രത്നമ്മ ടീച്ചർ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരു ചെറിയ ഷോക്ക് അവർക്ക് ആവശ്യം തന്നെയായിരുന്നു. നീ ഇല്ലെങ്കിൽ ഞാനും ഇവിടെ പഠിക്കുന്നില്ല. 10ാം ക്ലാസ്സോടെ പഠിപ്പ് നിർത്താൻ നിന്നെ ആരും ദത്തെടുത്തൊന്നല്ലോ. നിർത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അച്ഛനോട് പറഞ്ഞാൽ എന്നെ സെന്റ് മേരീസിലോ മറ്റോ ചേർക്കും. ബസ്സിന് പോയി വരണമെന്നേ ഉള്ളൂ. നീ മണ്ടത്തരം പറയാതെ നന്ദനെ. നമ്മുടെ കൂടെ 10ാം ക്ലാസ് എഴുതിയവരിൽ പകുതി പേര് ഇവിടെ +1 ചേരാനുണ്ടാവും. നീ എനിക്ക് മറ്റുള്ളവരെ പോലെയാണോ ജാനകി? അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല ജാനകി ഇതിലെ കാര്യം. നീ എന്നെ പോലൊരു ശരാശരി സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ബിലോ ആവറേജ് ആയ നന്ദനെ ചിലപ്പോൾ ജീവിതത്തിന്റെ ടോപ്പിലെത്തുന്നു. തോമസ് ആൽവ എഡിസന്റെ കാര്യം ടീച്ചറെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? നീ അങ്ങനെ വലിയ സയന്റിസ്റ്റോ ഇൻവെന്ററോ ഒന്നും ആവണ്ട. പറ്റാവുന്നത്ര പഠിച്ച് മാന്യമായി ഒരു ജോലി നേടണം. നിന്റെ പുന്നാര വളർത്തമ്മയുടെ കാൽച്ചൂട്ടിന്ന് നിനക്ക് രക്ഷപ്പെടാൻ അതേ ഉള്ളൊരു മാർഗം. ഇതൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടാണോ നന്ദനെ? സാധിക്കുമെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ പഠിക്കില്ലേ? പഠിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ കരഞ്ഞും പിഴിഞ്ഞിരുന്നാ പോരാ. സ്ട്രഗിൾ ചെയ്യണം. എങ്ങനെയെങ്കിലും രത്നമ്മ ടീച്ചറെ കൊണ്ട് സമ്മതിപ്പിക്കണം.